+1 മോഡൽ എക്സാം 2026 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ലിമിറ്റിംഗ് റിയാജൻ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കോഞ്ചുഗേറ്റ് NH4+. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ എംപിരിക്കൽ ഫോർമുല CH. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. 8.9 × 10⁻⁷ മീറ്റർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ക്വസ്റ്റ്യൻ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂള് 2 എണ്ണം. ആൻസർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഷേപ്പ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾസ്. അതുപോലെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് സെൻട്രൽ ആറ്റം, ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് ഓഫ് നോബിൾ ഗ്യാസസ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ബി ക്വസ്റ്റ്യൻ വോളിയം ഹീറ്റ് കപ്പാസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കേസിലെ എക്സ്പ്രഷൻ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഏതെങ്കിലും ഒരെണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ഏതൊക്കെയാണ് കോമ്പിനേഷൻ, ഡികമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ ബെൻസീൻ എങ്ങനെയാണ് ഫീനോളിനും ഈഥൈനും പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ റിയാക്ഷൻ. അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 16ാമത്തെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഈ ലോ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഒബ്സർവ് ചെയ്ത റിസൾട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. Chlorine has more negative electron gain enthalpy than fluorine. അതിൻ്റെ റീസൺ ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് ഫ്ലോറിൻ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആറ്റം റേഡിയസ് ഇൻക്രീസസ് ഡൗൺ എ ട്യൂബ്. അതിൻ്റെ റീസൺ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെല്ല്. അതിൻ്റെ സി ക്വസ്റ്റ്യൻ ഫസ്റ്റ് അയോണൈസേഷൻ എന്തൽപി ഓഫ് നൈട്രജൻ ഓക്സിജനേക്കാളും ഗ്രേറ്റർ ആണ്. അതിൻ്റെ റീസൺ ഡ്യൂ ടു സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ എ ആറ്റോമിക് നമ്പർ 107 ഉള്ള ഒരു എലമെൻറ്റിൻ്റെ IUPAC നെയിം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാം. അതിൻ്റെ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം.
അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ മോളിക്യൂളിനെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഓസോൺ മോളിക്യൂളിൻ്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാനുള്ള റീസൺ. അപ്പോൾ അതിൻ്റെ ആൻസർ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, പി എച്ച് ഡിഫൈൻ ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, കോമൺ അയൺ എഫക്റ്റ് ഡിഫൈൻ ചെയ്യുക. സി ക്വസ്റ്റ്യൻ, ബഫർ സൊല്യൂഷൻ ഡിഫൈൻ ചെയ്യുക. ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന റിഡോക്സ് ഇക്വേഷൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ബാലൻസ് ചെയ്യുക. ഇരുപത്തിനാലാമത്തെ, എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് ബി ക്വസ്റ്റ്യൻ, ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ഫ്യൂഷനാണ് നടക്കുന്നത്? ഹെറ്ററോലൈറ്റിക്. സി ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. ഇൻഡക്റ്റീവും ഹൈപ്പർ കോൺജുഗേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്ന് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിലെ മേജർ പ്രൊഡക്റ്റ് എഴുതുക. അതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ എ അക്കൽട്രോള് സ്റ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് തന്നിട്ടുള്ളതിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബിയും സി ആണ്. അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 27ാമത്തെ, എ ക്വസ്റ്റ്യൻ, ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 2 ലിമിറ്റേഷൻസ്. ബി ക്വസ്റ്റ്യൻ, ഓർബിറ്റൽ ഡിഫൈൻ ചെയ്യാം. സി ക്വസ്റ്റ്യൻ, ഫിഗർ. അതിൻ്റെ ആൻസേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ, N2ൻ്റെയും O2ൻ്റെയും സ്റ്റെബിലിറ്റിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും വെച്ചിട്ട് കമ്പയർ ചെയ്യുക ബേസ്ഡ് ഓൺ MO തിയറി. അടുത്തത് 29ാമത്തെ, അതിൽ എ ഹെസസ് ലോ സ്റ്റേറ്റ് ചെയ്യുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, NaClൻ്റെ ബോൺ ഹേബർ സൈക്കിൾ വരയ്ക്കുക. അതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് സാൾട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതുക. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലേസിംഗ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. NaCl ആൻഡ് അയഡിൻ ഡിറ്റക്റ്റ് ചെയ്യണ ഒരു ടെസ്റ്റാണത് ബൈ ഫ്യൂസിങ് ഓർഗാനിക് സാമ്പിൾ വിത്ത് സോഡിയം മെറ്റൽ. ഈ ടെസ്റ്റിലൂടെ കോവാലൻ്റ്ലി ബോണ്ടഡ് എലമെൻസിനെ വാട്ടർ സോലുബിൾ അയോണിക് സാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ